ആലപ്പുഴ ചാരുമൂട്ടിൽ സ്കൂട്ടറിൽ ട്രിപ്പിൾസ് അടിച്ച് യാത്ര ചെയ്ത സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. സ്കൂട്ടർ ഓടിച്ചയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. വാഹനത്തിന് സൈഡ് കൊടുക്കാതെയായിരുന്നു യാത്ര. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും മനീഷ് മഹിബാൽ ചേരുന്നുണ്ട്. മനീഷ്, വിവരങ്ങൾ. അൻമരിയ, ഈ സംഭവം ഉണ്ടാകുന്നത് 2 ദിവസങ്ങൾക്ക് മുൻപാണ്. ആലപ്പുഴ കായംകുളം പുനലൂർ റോഡിൽ ചാരുമൂട് വെച്ച് രാത്രിയാണ് ഇങ്ങനൊരു ദൃശ്യം മോട്ടോർ വാഹന വകുപ്പിന് അയച്ചു നൽകുന്നത്. ഒരു കൂട്ടർ കാറിൽ പോകുന്ന സമയത്ത് അവർക്ക് സൈഡ് നൽകാതെ 3 ചെറുപ്പക്കാർ ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് MVDക്ക് അയച്ചു കൊടുത്തത്. ആ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറുകയും ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുകയും ചെയ്തു. അതിൽ നിന്നാണ് ആലപ്പുഴ മാവേലിക്കര ജോയിന്റ് RTO മനോജാണ് ഈ 3 പേരെ അവിടെ വിളിച്ചു വരുത്തിയത്. 3 പേരിൽ വാഹനം ഓടിച്ചയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ കേസെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഡേഞ്ചറസ് ഡ്രൈവിന് നിലവിൽ കേസ് എടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ പിന്നീട് ഇവരുടെ വീട്ടുകാരെ, അത് മാതാപിതാക്കളെ, ഒപ്പം തന്നെ ഈ 3 പേരുടെയും മാതാപിതാക്കളെയും മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവർക്ക് മാതൃകാപരമായിട്ടുള്ള മറ്റു ശിക്ഷകൾ കൂടി, അതായത് സാമൂഹ്യ സേവനം അടക്കം നേരത്തെ ആലപ്പുഴയിൽ കായംകുളത്തും മാവേലിക്കരയിലും സമാനമായ രീതിയിൽ സാഹസിക യാത്ര നടത്തിയ ചെറുപ്പക്കാർക്കും ഒപ്പം തന്നെ വിവാദമായ സഞ്ജു TSന്റെ കാറിൽ സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുള്ള യാത്രയിലൊക്കെ തന്നെ ആലപ്പുഴ RTO എൻഫോഴ്സ്മെന്റ് RTO ഇത്തരത്തിലുള്ള ശിക്ഷ നൽകിയിരുന്നു. ഒപ്പം തന്നെ ഈ വാഹനം ഓടിച്ച വ്യക്തിയല്ലാതെ പിന്നിലിരുന്ന 2 പേർ, ആ 2 പേർക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മാതൃകാപരമായ മറ്റു ശിക്ഷകൾ കൂടി നൽകണമെന്നാണ് നിലവിൽ ആലോചനയുള്ളത്. അത് ഇവരുടെ മാതാപിതാക്കളുമായി ചർച്ച ചെയ്ത് ആലോചിക്കും. എന്തായാലും നിലവിൽ ഈ സംഭവത്തിൽ ഡേഞ്ചറസ് ഡ്രൈവിംഗിന് ഈ കേസെടുക്കുകയും വാഹനം പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ വാഹനം ഓടിച്ച വ്യക്തിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും ആലപ്പുഴ മാവേലിക്കര ജോയിന്റ് RTO മനോജ് അറിയിച്ചു. ശരി, ആലപ്പുഴ ചാരുമൂട്ടിൽ സ്കൂട്ടറിൽ ട്രിപ്പിൾസ് അടിച്ച് യാത്ര ചെയ്ത സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും മനീഷ് മഹിബാൽ.